അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വിജയമോ അല്ലെങ്കിൽ ഗ്രോത്തോ ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അത് വിജയം ആവശ്യമുണ്ടെങ്കിലും വലിയ നേട്ടങ്ങൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം വളരെ സുഗമമായി കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അസറ്റ് സമ്പത്ത് ആ കാര്യമായിരിക്കും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ അറ്റൻഷൻ അഥവാ ഫോക്കസ്. ഇത് എത്രമാത്രം നിങ്ങൾക്കുണ്ടോ അത്രമാത്രം നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിരിക്കും, സന്തോഷവാനായിരിക്കും, വളരെയധികം എൻജോയ്മെൻറ്റ്, അതായത് ജീവിതത്തെ എൻജോയ് ചെയ്ത് ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ വളരെയധികം സഹായിക്കുന്നതായിരിക്കും. ഇത് എത്രമാത്രം കുറവാണോ അത്രമാത്രം നമ്മൾ ജീവിതത്തിൽ സഫർ ചെയ്യും. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിനുണ്ടെങ്കിലും, എന്തൊക്കെ മെറ്റീരിയലായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ വിജയങ്ങൾ നമ്മൾ കൊയ്തിട്ടുണ്ടെങ്കിലും, ഈ ശ്രദ്ധ എന്ന് പറഞ്ഞ കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, അഥവാ നമ്മുടെ ഫോക്കസ് ശരിയല്ലെങ്കിൽ, ആവശ്യത്തിനുള്ള ഫോക്കസ് അറ്റൻഷൻ നമുക്കില്ലെങ്കിൽ ജീവിതം വലിയൊരു പരാജയമായിരിക്കും. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും, ജീവിതത്തിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും നേടിയിട്ടില്ലെങ്കിൽ കൂടി നല്ല ശ്രദ്ധ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ശരിയായിട്ടുള്ള ഫോക്കസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ സന്തോഷവാനായിരിക്കും. ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമായിരിക്കും. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ. നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഏത് ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാലും, അത് ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ ആവട്ടെ, ന്യൂട്ടൺ ആവട്ടെ, തോമസ് ആൽവ എഡിസൺ ആവട്ടെ, ഇനി വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള വ്യവസായികളാവട്ടെ, ഇലോൺ മസ്ക് ആവട്ടെ, ജെഫ് ബസൂസ് ആവട്ടെ, വാറൻ ബഫറ്റ് ആവട്ടെ, എഴുത്തുകാരാവട്ടെ, ഷേക്സ്പിയർ, കീറ്റ്സ്, ജോൺ മിൽട്ടൺ, അങ്ങനെ ഏത് വലിയ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരായിക്കോട്ടെ, എം ടി വാസുദേവൻ നായരായിക്കോട്ടെ, അല്ലെങ്കിൽ ONV ആയിക്കോട്ടെ, അതുപോലെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധയാണ്, അറ്റൻഷനാണ്, ഫോക്കസാണ്. അപ്പോൾ ഈ ഫോക്കസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ശരിയായ രീതിയിലുള്ള ഫോക്കസ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് നമുക്ക് മണിക്കൂറുകളോളം ശ്രദ്ധ ചെലുത്തി നമ്മുടെ ശ്രദ്ധ നിലനിർത്താൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായി മാറാൻ പോവുകയാണ് എന്നർത്ഥം. ഇത് എത്രമാത്രം നിങ്ങൾക്ക് കുറയുന്നു അത്രമാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്കും, പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കും നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ജീവിതം വലിയൊരു സഫറിംഗ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ അറ്റൻഷൻ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതെങ്ങനെയെന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇത് അല്പസമയം പിടിക്കുന്ന ഒരു ടാസ്ക്കാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ പോലും ഒരു 45 മിനിറ്റ് കേൾക്കാൻ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ ശ്രദ്ധ ഒന്നും കൂടെ സ്ട്രോങ് എടുക്കേണ്ടതുണ്ട്. ഫോക്കസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ജീവിതത്തിൽ അച്ചീവ്മെൻറ്റ്സ് നേടിയെടുക്കേണ്ടതുണ്ട് എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കൺഗ്രാറ്റ്സ്, നിങ്ങൾ ഈ വീഡിയോയുടെ കൂടെ നിൽക്കുക. ഏകദേശം ഒരു 45 മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ വലിയൊരു പരിവർത്തനം, വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് അനുഭവപ്പെടും എന്ന് ഗ്യാരണ്ടി. അപ്പോൾ നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറല്ലേ? നമുക്കറിയാം, ഈ ലോകത്തിൽ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ്, അതായത് നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
അത് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നു, പുറത്തു നിന്നും വരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഡിസ്ട്രാക്ഷൻസ്, ഇതിപ്പോൾ കേട്ടിട്ട് എന്താ, മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സമയം എന്തിനാ വേസ്റ്റ് ആക്കുന്നത്, ഇൻസ്റ്റാഗ്രാം ഒന്ന് റീൽ ചെക്ക് ചെയ്ത് നോക്കാം, ഫേസ്ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം, വാട്സപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ചില നുറുങ്ങ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ വരാം. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇനി പുറമേ നിന്നുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. അതായത് നിങ്ങൾ എവിടുന്നോ ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടു, എന്തോ ഒരു ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഒന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാനുള്ള ഒരു ത്വര, മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു തോന്നൽ. ഇതൊക്കെ നിങ്ങളുടെ പുറത്തു നിന്നുള്ള വസ്തുക്കളിന്മേൽ നിങ്ങൾക്കുണ്ടാവുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയെ പിന്തിരിപ്പിക്കുന്ന, അതായത് നമ്മുടെ ഫോക്കസിനെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും നമുക്ക് അനുഭവപ്പെടാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളിലേക്കും പോകുന്ന സമയത്ത് നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില വിജയങ്ങൾ നമുക്ക് നേടേണ്ടതുണ്ട്. അതിന്മേലുള്ള ശ്രദ്ധ പോവുകയും നമ്മുടെ ശ്രദ്ധ ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. ഒരു ഒരു സേയിങ് തന്നെയുണ്ട്. അതായത് മടിയൻ ഡിസ്ട്രാക്ഷനെ കണ്ടുകൊണ്ടേയിരിക്കും. അതായത് മടി പിടിച്ച ആൾ, ഒരു മടിയുള്ള ആൾ എപ്പോഴും ഡിസ്ട്രാക്ഷൻ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അയാൾ ആദ്യം ഒരു റീൽ കാണും, പിന്നെ അടുത്ത റീൽ കാണും, പിന്നെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ചെക്ക് ചെയ്യും, പിന്നെ ഒരു സിനിമ കാണും, പിന്നെ പുറത്തൊന്ന് കറങ്ങാൻ പോകും. അങ്ങനെ ആ വ്യക്തി മൊത്തത്തിൽ അയാളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹം മടിയനാണെന്ന് മാത്രമല്ല, ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ അല്പസമയം പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് തന്നെ ആലോചിച്ച് നോക്കുക. അങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഹാബിറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഈ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്നല്ല ഉത്തരം. തീർച്ചയായിട്ടും നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, നമ്മൾക്കൊരു ഗോളുണ്ട്, ഒരു വിഷൻ ഉണ്ട്, ഒരു ഡ്രീം ഉണ്ട്, വലിയ വിജയം നേടണം, ഇങ്ങനെയൊക്കെ ശക്തമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസിനെ ട്രെയിൻ ചെയ്യാൻ ഒരു തീരുമാനമെടുക്കുക. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ, ഫോക്കസിനെ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം കൊണ്ടുവരാനും അങ്ങനെ വലിയ വിജയങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ഡീപ്പ് വർക്ക് എന്നാണ് അതിൻ്റെ പേര്. ഡീപ്പ് വർക്ക് എന്നൊരു കോൺസെപ്റ്റ് അതിൻ്റെ ഓതർ കാൾ ന്യൂപോർട്ട് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിൽ, ടാസ്കിൽ മണിക്കൂറുകളോളം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിലനിർത്താനുള്ള ഒരു പ്രാക്ടീസ്. അങ്ങനെ നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നു, എത്രമാത്രം നിങ്ങൾ അതിൽ കേപ്പബിൾ ആവുന്നു, അത്രമാത്രം പല കാര്യങ്ങളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു സിനിമ മണിക്കൂറുകളോളം കാണുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ കുറേ മണിക്കൂറുകൾ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ ചിലവഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ ചിലവഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. മറിച്ച് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു പുസ്തകം വായിക്കൂ 1 മണിക്കൂർ. അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം, ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാവുക, ഒരു പ്രാസംഗികനാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനു വേണ്ടി 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യൂ എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ ബോറിംഗ് ആയിട്ടും, നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടെ നിൽക്കാതെ വരികയും അങ്ങനെ അതിൽ നിന്നും മാറി നമ്മുടെ ശ്രദ്ധ എൻ്റർടൈൻമെൻറ്റിലേക്കും എൻജോയ്മെൻറ്റിലേക്കും മാറുകയും നമ്മൾ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറയും, എന്തോ അറിയില്ല, ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മടിയനാണ്, അല്ലെങ്കിൽ പ്രൊക്രാസിനേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പല പേരുകളും അതിന് കൊടുക്കും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം ആ ടാസ്കിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എന്നും നിങ്ങളുടെ മനസ്സെപ്പോഴും എൻജോയ്മെൻറ്റിലേക്കാണ് തിരിയുന്നതെന്നും മനസ്സിലാക്കുക. അപ്പോൾ ബോധപൂർവം നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശ്രദ്ധ, അറ്റൻഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിജയം അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതിന്
വേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് റിമൈൻഡ് ചെയ്യുന്നത്, ഈ വീഡിയോ നിങ്ങൾ പല തവണ കാണേണ്ടതുണ്ട്. പല തവണ നിങ്ങൾ ഈ വീഡിയോ കാണും. അല്ലാത്തിടത്തോളം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അറ്റൻഷൻ ഡെവലപ്പ് ചെയ്യുന്നതല്ല. ഇപ്പോൾ നമുക്കറിയാം, യൂട്യൂബിലൊക്കെ പോവുകയാണെങ്കിൽ ഹൗ ടു ഫോക്കസ്, അല്ലെങ്കിൽ ഹൗ ടു ഇംപ്രൂവ് അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റീൽസും ചെറിയ ചെറിയ വീഡിയോസൊക്കെ കാണും. അത്തരം വീഡിയോസൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടും നിങ്ങളുടെ ശ്രദ്ധ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിന് കാരണം, ഒരു ടാസ്കിലേക്ക് കുറച്ചധികം സമയം നിങ്ങളുടെ മനസ്സിനെ നിലനിർത്താൻ നിങ്ങൾക്ക് ഉള്ള ക്വാളിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരല്പസമയം ഈ വീഡിയോ കാണുന്നതിന് വേണ്ടി മാറ്റിവെക്കണം. ഇങ്ങനെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളറിയാതെ തന്നെ ഞാൻ പറയുന്ന ഈ പവർഫുൾ ആയിട്ടുള്ള ടീച്ചിങ്സ് നിങ്ങളുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് വരികയും അങ്ങനെ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ, കാണുമ്പോൾ, നിങ്ങളറിയാതെ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആവശ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയും അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശ്രദ്ധയാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്, നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ ശ്രദ്ധയാണ്. അപ്പോൾ അത് എത്രമാത്രം നിങ്ങൾ ശക്തമാക്കുന്നു, അത്രമാത്രം ജീവിതവും ശക്തമായിട്ട് മാറും. ഇനി നമുക്ക് നമ്മുടെ ശ്രദ്ധ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കാം ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. നിങ്ങളുടെ മനസ്സ് പരിപൂർണമായിട്ടും അത് ഉൾക്കൊള്ളുകയും നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്ന നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇനി ഒറ്റത്തവണ കേട്ട് നിങ്ങളിത് വിട്ടുകഴിഞ്ഞാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോകും. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും എൻ്റർടൈൻമെൻറ്റിലേക്കും എൻജോയ്മെൻറ്റിലേക്കും പോവും. വർഷങ്ങൾ കഴിയും, തിരിഞ്ഞു നോക്കുമ്പോൾ എന്തേ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഭാവിയിൽ ആ റിഗ്രറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഈ വീഡിയോ പല ആവർത്തി കാണുക. ഒരുപാട് സമയം നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ഓരോ ദിവസവും. ഇത്തരം വീഡിയോ നിങ്ങൾ നിരന്തരം കാണുമ്പോൾ അതിൽ പറയുന്ന ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും നിങ്ങളുടെ അബോധ മനസ്സിലേക്ക് വരികയും ആ അബോധ മനസ്സ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കുകയും അങ്ങനെ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോ പലതവണ കാണുക. അതാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ശ്രദ്ധ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ അതിന് ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ആ ടെക്നിക്ക് കിട്ടട്ടെ, എന്നിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ, ആ ഒരു ചിന്ത ഉപേക്ഷിക്കുക. ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശ്രദ്ധ ഡെവലപ്പ് ചെയ്യുന്നതിന് ക്ഷമ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ, ഫോണൊന്ന് എടുത്ത് നോക്കണം, റീൽസ് ഒന്ന് ചെക്ക് ചെയ്യണം, മെസ്സേജസ് ഒന്ന് നോക്കണം, സ്റ്റാറ്റസ് നോക്കണം, വാട്സപ്പിലേക്ക് പോകണം, ഇങ്ങനെയൊക്കെ തോന്നില്ലേ? എന്നിട്ടും നിങ്ങളത് പോവാതെ ഇവിടെ ഇരിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അതിന് ക്ഷമ നിർബന്ധമാണ്. ഇനി നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ പല കാര്യങ്ങളിലും ഡിസ്ട്രാക്റ്റഡ് ആണ്. മനസ്സ് പല കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പം ആ മനസ്സിനെ അങ്ങനെ പോകാൻ അനുവദിക്കാതെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, പറ്റാവുന്ന എത്രത്തോളം നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശ്രദ്ധയും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അപ്പം അതിനാദ്യമായിട്ട് വേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ബോധപൂർവം ഒരു ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കാൻ പഠിക്കുക. ഇതിനെ നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയും. അങ്ങനെ പറ്റാവുന്ന സമയത്തൊക്കെ നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ബോധപൂർവം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായും ബോധപൂർവം ഇവിടെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക. അപ്പോൾ പലപ്പോഴും പല ചിന്തകളിലേക്ക് പോവാം, പല തരത്തിലുള്ള ചിന്തകളിലേക്ക് പോവാം. അപ്പോൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ഓരോ സമയവും മനസ്സ് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പാറി പോകുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരിക.
വീണ്ടും അത് പോകാൻ ശ്രമിക്കും, തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഇനിയിപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഒരു പക്ഷേ നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ആ നോട്ട്സൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത എന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് നിങ്ങൾ മുഴുകാം. അപ്പോൾ എന്തൊക്കെ പ്രവൃത്തികളാണോ നിങ്ങൾ മുഴുകുന്നത്, അപ്പോഴൊക്കെ മനസ്സ് അവിടെ നിന്നും പാറിപ്പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സ് പറന്ന് നടക്കുന്ന സമയത്ത് തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ബുക്സ് അറേഞ്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തികളിലേക്ക് നിങ്ങൾ മുഴുകാം. ആ സമയത്തൊക്കെ മനസ്സ് പോകുമ്പോഴൊക്കെ തിരിച്ച് ബോധപൂർവം തിരിച്ച് നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് തന്നെ കൊണ്ടുവരിക. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധ പരിപൂർണമായിട്ടും അതിലേക്ക് കൊണ്ടുവന്ന് ആ ഭക്ഷണം നമ്മൾ ചവച്ചരയ്ക്കുന്നത്, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയുന്നത് ഫീൽ ചെയ്ത് ഭക്ഷണം കഴിക്കുക. അങ്ങനെ എന്ത് പ്രവൃത്തിയിലാണോ നിങ്ങൾ ഓരോ ദിവസം എൻഗേജ് ചെയ്യുന്നത്, പറ്റാവുന്നിടത്തോളം മനസ്സിനെ ആ പ്രവൃത്തിയിലേക്ക് പരിപൂർണമായിട്ടും കൊണ്ടുവരുവാൻ ഒരു ശ്രമം നടത്തുക നിങ്ങൾ. അപ്പോൾ ഇത് അല്പം ബുദ്ധിമുട്ടായിരിക്കാം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ. കാരണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളെ മനസ്സ് വേറെ എവിടെയെങ്കിലും, പ്രവൃത്തി മറ്റൊരു ഭാഗത്തും, അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. അങ്ങനെ വർഷങ്ങളോളം നമ്മൾ ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുവന്ന് ആ പ്രവൃത്തി ചെയ്യുക എന്നത് അല്പം ശ്രമകരമാണ്. പക്ഷേ ഇത് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ വളരെയധികം ഡെവലപ്പ് ചെയ്യുകയും പിന്നെ ആ ചെയ്യുന്ന പ്രവൃത്തി വളരെ ആസ്വാദികരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതിന് പുറമെ നമ്മൾക്ക് ഒരുപാട് സമയം ലഭിക്കുന്നത് പോലെ അനുഭവപ്പെടും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പരാതിപ്പെടാറുണ്ട്, സമയമില്ല അത്. അതിന് മെയിൻ കാരണം നമ്മളെ മൈൻഡ് എപ്പോഴും ബിസിയാണ്. ചെയ്യുന്ന പ്രവൃത്തിയിലല്ല മനസ്സ്, മനസ്സ് മറ്റെവിടെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ അതിൽ സമയം, നമ്മുടെ എനർജി കൺസ്യൂം ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ടയേർഡാവും, ക്ഷീണം കൂടും, നമുക്കൊരുപാട് സമയം വേസ്റ്റ് ആയതുപോലെയൊക്കെ തോന്നും. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ക്ഷീണം കുറയും, നമുക്ക് സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നോ, കുളിക്കുന്ന സമയത്തോ, ഭക്ഷണം കഴിക്കുന്ന സമയത്തോ, നിങ്ങളുടെ ഓരോ ദിവസത്തെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തോ, അങ്ങനെ ഏത് പ്രവൃത്തിയിലും പറ്റാവുന്നിടത്തോളം മനസ്സിനെ ആ ഭാഗത്തോട്ട് തന്നെ കൊണ്ടുവരാനോ ഒരു ശ്രമം നടത്തുക. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ മറന്നു പോവാം. ചില സമയത്തൊക്കെ അത് ബുദ്ധിമുട്ടായിട്ടും തോന്നാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ തോന്നും, ഓ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ മൈൻഡ് എപ്പോഴും എവിടെയൊക്കെയാണല്ലോ, അവിടെ ഇവിടെയൊക്കെയാണല്ലോ, അങ്ങനെയൊക്കെ ചിന്തയൊക്കെ വരാം. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഈ പ്രാക്ടീസ് ഒരല്പ ദിവസം നിങ്ങളൊന്ന് തുടർന്ന് നോക്കുക. ഒരാഴ്ച നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. വലിയ മാറ്റം നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ അവിടെ തന്നെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്താൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. മനസ്സിൽ നല്ല പീസ്, നല്ല ശാന്തി അനുഭവപ്പെടും. നല്ല ഒരു സംതൃപ്തി. കാരണം ഓരോ പ്രവൃത്തിയും നിങ്ങൾ അറിഞ്ഞ് ചെയ്തതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. നല്ല ഉറക്കം കിട്ടും. അതുപോലെ നമ്മുടെ ഫോക്കസ് വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോ പ്രവൃത്തിയും നമ്മുടെ അറിവോടുകൂടെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇനി നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും വലിയ വില്ലനാണ് നമ്മുടെ മൊബൈൽ ഫോൺ. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശ്രദ്ധ കൂടുതൽ സ്പ്ലിറ്റ് ആയിട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതിൻ്റെ കാരണം നമ്മുടെ ബ്രെയിൻ എപ്പോഴും സേഫ്റ്റിയും സുഖവും ആണ് അന്വേഷിക്കുന്നത്. ബോറടിക്കുന്ന കാര്യങ്ങൾ, എന്നാൽ അതുപോലെ ശ്രമകരമായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കേണ്ട കാര്യങ്ങൾ, ചില പ്രവൃത്തി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുരോഗതിയും വളർച്ചയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ ബ്രെയിൻ അറിയാതെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത്, ടയേർഡായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ കൈ ഫോണിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരു വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ഒരു റീൽ കാണുന്നു, പിന്നെ അടുത്തതിലേക്ക്, പിന്നെ നമ്മൾ വാട്സപ്പിലേക്ക് പോകുന്നു.
അങ്ങനെ മെസ്സേജുകളൊക്കെ ചെക്ക് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഇൻസ്റ്റഗ്രാമിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നമ്മളെ മൈൻഡ് ഇതിലൊക്കെ കറങ്ങി നടന്ന് അപ്പോഴത്തേക്ക് ഒരുപാട് സമയം പോയിട്ടുണ്ടാവും. നമ്മുടെ ബ്രെയിനും പലതരത്തിലുള്ള വീഡിയോസും ഡിസ്കഷനും ഒക്കെ കണ്ട് വീണ്ടും ടയേർഡായിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബ്രെയിനിനൊക്കെ നല്ല ക്ഷീണവും അനുഭവപ്പെടും. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പല ആളുകളും സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്, പ്രത്യേകിച്ച് ഫ്രീ ടൈം. അപ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഇതിനൊരു നിയന്ത്രണം വരുത്തിയിട്ടില്ലെങ്കിൽ ഓരോ തവണ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആവുകയും ഈ ബ്രെയിനിൻ്റെ വേവ് സ്റ്റിമുലേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് വളരെ കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ മൊബൈൽ ഫോണും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. പിന്നെ നിങ്ങളത് വായിക്കാനോ മറ്റോ സമയം നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അവിടെ നമ്മുടെ ശ്രദ്ധ നിൽക്കില്ല. കാരണം നമ്മുടെ ബ്രെയിൻ അപ്പോൾ സ്റ്റിമുലേറ്റഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും നിയന്ത്രിക്കാനും സാധിക്കണം. അതായത് നമ്മൾ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് ഒരു അലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സമയം കൊടുക്കാം, ഒരു 20 മിനിറ്റ്സ് അലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. 20 മിനിറ്റ്സ് അത് റിങ് ചെയ്യുമ്പോൾ അത് പരിപൂർണമായിട്ടും ഓഫ് ചെയ്ത് മറ്റുള്ള കാര്യത്തിലേക്ക് നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുപോകും എന്നൊരു തീരുമാനം എടുക്കുക. അപ്പോൾ ആ ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ കണ്ടതിന് ശേഷം മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാം. അത് വായന ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ട പ്ലാനുകളായിരിക്കാം, അതിന് വേണ്ട പ്രവർത്തികളായിരിക്കും, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. അങ്ങനെ നിങ്ങൾക്ക് സമയം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ മാറ്റി എടുക്കാവുന്നതാണ്. പിന്നെ ഒരു അല്പസമയം നമ്മൾ മെഡിറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കണം. തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് മോർണിംഗിലും 10 മിനിറ്റ് ഈവനിങ്ങിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. മെഡിറ്റേഷൻ വളരെ സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഒരു സിമ്പിളായിട്ടുള്ള പ്രാക്ടീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾ കണ്ണടച്ചിരുന്നതിന് ശേഷം നിങ്ങളുടെ ശ്വാസഗതിയെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ഒബ്സർവ് ചെയ്യുക. സോറി, ശ്വാസഗതിയെ നമ്മൾ 10 മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ബോധപൂർവം ശ്വാസം എടുത്ത് വിടേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ടും നടക്കുന്നു. അതിന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. 10 മിനിറ്റ് രാവിലെയും 10 മിനിറ്റ് ഈവനിങ്. അത് അലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതിൻ്റെ പേര് ഇൻസൈറ്റ് ടൈമർ എന്നാണ്. ഇൻസൈറ്റ് ടൈമർ. ഈ ഇൻസൈറ്റ് ടൈമർ എന്നുള്ള ആപ്പ് നിങ്ങൾക്ക് സമയം സെറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആണ് നമ്മൾ സമയം സെറ്റ് ചെയ്ത് വെക്കുന്നുവെങ്കിൽ ആ 20 മിനിറ്റ്സ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ അത് വരുന്നത്. അങ്ങനെ 20 മിനിറ്റ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു റിങ് കേൾക്കും. കറക്റ്റ് ആ 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇങ്ങനെ ഒരു റിമൈൻഡർ ബെല്ലടി. അതുവരെ നമുക്ക് നിർത്താം. ഞാൻ 20 മിനിറ്റ്സ് ആണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, മോർണിംഗിലും ഈവനിങ്ങിലും, ആൻഡ് ദെൻ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിലും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊരു റിങ് ചെയ്യും, ബെല്ല് റിങ് ചെയ്യും. 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒരു റിങ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് അതൊന്ന് തിരിച്ചു വരാം. ഈവനിങ്ങിനും അങ്ങനെ ചെയ്യും. ഇങ്ങനെ 2 നേരം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ചിന്തകൾ വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് റിമൈൻഡ് ചെയ്യുക, ഞാനിപ്പോൾ 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുകയാണ്. ചിന്തകൾക്ക് വരാം, വരാതിരിക്കാം. വന്നാലും വന്നില്ലെങ്കിലും 10 മിനിറ്റ് അലാം അടിക്കുന്നവരെ ഞാൻ കണ്ണടച്ചിരിക്കും, എൻ്റെ ശ്വാസഗതിയിലേക്ക് ഞാൻ ശ്രദ്ധിക്കും എന്നൊരു നിർദ്ദേശം നിങ്ങൾക്ക് കൊടുക്കുക തുടക്കത്തിൽ തന്നെ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശ്വാസഗതിയെ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിന് ഒബ്സർവ് ചെയ്യുന്നു. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വരുന്നു, ശ്വാസം പുറത്തോട്ട് പോകുന്നു. അതിന് മാത്രം ശ്രദ്ധിക്കുന്നു. അതിൻ്റെ ഇടയിൽ ചിന്തകൾ വരുന്നു. ചിന്തകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ മൈൻഡ് ആ ഭാഗത്തു നിന്ന് പോകാം, മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇൻവോൾവ് ആവാം ചിന്തകൾ. അപ്പോൾ നിങ്ങൾ ഓർമ്മ വരുന്ന സമയത്ത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരിക. അങ്ങനെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. ശ്രദ്ധ എവിടെയെങ്കിലും പോകണമെങ്കിൽ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നു, നമ്മുടെ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കുന്നു. ചിന്തകൾ വേറെ എവിടേക്കെങ്കിലും പോകുന്നു, തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നു, ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ നമ്മൾ നിരന്തരം ചെയ്യുന്നു. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും 10 മിനിറ്റ് ആവും. പിന്നെ വൈകുന്നേരം അതുപോലെ ചെയ്യുക. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൻ്റെ മുകളിൽ, നിങ്ങളുടെ ചിന്തകളുടെ മേൽ വലിയൊരു നിയന്ത്രണം നിങ്ങൾക്ക് വരികയും നിങ്ങളുടെ ഫോക്കസ് വളരെയധികം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ പീസ്, അതായത് മനസ്സമാധാനം കൂടുന്നു, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു,
നല്ല ഫോക്കസ് കിട്ടുന്നു. ആ, അങ്ങനെ നമ്മളെ മനസ്സ് തന്നെ, നമ്മളെ നെർവസ് സിസ്റ്റവും ബ്രെയിനും മൈൻഡൊക്കെ വളരെ പീസ്ഫുള്ളായിട്ട് മാറും. ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പം അതിന് കുറച്ച് ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. കൃത്യമായിട്ടുള്ള സമയം വയ്ക്കുന്നതാണ് നല്ലത്. 10 മിനിറ്റ് നിങ്ങൾ രാവിലെ ഇരിക്കേണ്ടുള്ളൂ, 10 മിനിറ്റ് വൈകുന്നേരം ഇരിക്കേണ്ടതുള്ളൂ. സമയമില്ല എന്നുള്ള പരാതി പറയരുത്. നമുക്ക് സമയമുണ്ട്. നമ്മൾ മൊബൈൽ ഫോണിൽ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് നിങ്ങൾ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുക. രാവിലെ കുറച്ച് നേരത്തെ ചെയ്യുന്നത് വളരെ നല്ലത്. ഈവനിങ് കുറച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതിന് വേണ്ടി ഒരു സമയം, വലിയ ഡിസ്ട്രാക്ഷനൊന്നും വലിയ ബുദ്ധിമുട്ടോ ശല്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് ഇത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒരു 10 മിനിറ്റ് മോർണിംഗിലും 10 മിനിറ്റ് വൈകുന്നേരം ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജേർണലിംഗ് എന്നുള്ളൊരു സംഭവം. നമുക്കറിയാം നമ്മളുടെ മനസ്സിലൂടെ പല ചിന്തകളും പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഫാമിലി പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ആരോഗ്യ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അതിൽ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളുണ്ട്, യാഥാർത്ഥ്യവുമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളുണ്ട്. പ്രശ്നങ്ങളാണ് കൂടുതൽ. അങ്ങനെ ഈ ചിന്തകൾ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പഠനപ്രകാരം നമ്മൾ ഓരോ ദിവസവും 60,000 തോട്ട്സാണ് ചിന്തിക്കുന്നതെന്നാണ്. ഏകദേശം 60,000 ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഇതിൽ നല്ലൊരു ശതമാനം ചിന്തകളും നമ്മൾ സ്ഥിരമായി ചിന്തിക്കുന്ന ചിന്തകൾ തന്നെ. അതായത് നിങ്ങൾ ഇന്നലെ ചിന്തിച്ച അതേ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട അതേ ചിന്തകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ തന്നെയാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. വ്യത്യസ്തമായിട്ട് ഉള്ളത് തുലവും കുറവാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചിന്തകൾ ഇങ്ങനെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവിടെ നമ്മളുടെ ഗോളിനെ കുറിച്ച്, നമ്മളുടെ ലക്ഷ്യത്തെക്കുറിച്ച്, നമ്മളുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാനുള്ള ഒരു സ്പേസ് പോലുമില്ല. അപ്പോൾ നമുക്ക് ഈ ചിന്തകളിലൊക്കെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഡയറിയോ ഒരു പുസ്തകമോ ഒക്കെ നിങ്ങൾക്ക് വയ്ക്കാം. അങ്ങനെ ദിവസം ഒരല്പസമയം നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അതിൽ എഴുതി വയ്ക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബോധേഡാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതി വയ്ക്കാം. ഇങ്ങനെ എഴുതി വയ്ക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ വരും. അതായത് നമ്മൾ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് തന്നെ ഓക്കെ, ഈ ചിന്തകളിലൊക്കെ പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ഈ ചിന്തകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ ചിന്തകളെക്കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യമില്ല എന്നുള്ള നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് തന്നെ ഒരു എന്താ പറയുക, ഒരു തോന്നൽ വരും. അങ്ങനെ നമ്മുടെ മൈൻഡ് കുറേ ഫ്രീ ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് അതൊക്കെ എഴുതി വെച്ച് നോക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൻഡ് നല്ലൊരു റിലീഫ്, ഒരു ഫ്രീഡം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതിനെ ബ്രെയിൻ ഡംപ് എന്ന് പറയും. അതായത് നമ്മളെ ബ്രെയിനിലുള്ള ചിന്തകളൊക്കെ ഒന്ന് ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ കൂടുകയും മനസ്സ് കുറച്ചുകൂടെ ഫ്രീ ആവുകയും നിങ്ങളുടെ ബ്രെയിനിൻ്റെ എനർജി വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരു ഫോക്കസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ ബ്രീത്തിങ്ങും നമ്മുടെ ചിന്തകളുമായിട്ട് വലിയ കണക്ഷനുണ്ട്. നമ്മൾ എത്രമാത്രം ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ ചിന്തകളുടെ ഭാരം കുറയും. നമ്മൾ എത്രമാത്രം ഷാളോ ബ്രീത്തിങ്, അതായത് ഡീപ്പായിട്ടല്ലാത്ത ബ്രീത്തിങ് ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ ചിന്തകൾ, ആദികൾ ഇതൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചറിയാൻ സാധിക്കും. നമ്മളൊരു ഇമോഷണലി ചാർജ്ഡ് ആവുന്ന സമയത്ത്, അതായത് ദേഷ്യപ്പെടുന്ന സമയത്ത്, സങ്കടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇമോഷണലായിട്ട് ആരോടെങ്കിലും നമ്മൾ ആർഗ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ബ്രീത്തിങ് പാറ്റേൺ വളരെ സ്പീഡിലായിരിക്കും. എന്നാൽ നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ശാന്തമായിട്ടൊരു അന്തരീക്ഷത്തിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസഗതി വളരെ സ്ലോ ആയിരിക്കും. പല പഠനങ്ങളുമുണ്ട്. അതായത് ഈ പെട്ടെന്ന് ബ്രീത്ത് ചെയ്യുന്ന ജീവികളൊക്കെ ലൈഫ് സ്പാൻ വളരെ കുറവായിരിക്കും. ഇപ്പോൾ നായ ഒക്കെ ഭയങ്കര സ്പീഡിൽ ബ്രീത്ത് ചെയ്യുന്ന, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം 15 to 20 years, 22 അല്ലേ, ഇത്രയൊക്കെയല്ലേ വരുന്നുള്ളൂ. എന്നാൽ വളരെ സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നതാണ് ആമ. ആമയ്ക്കൊക്കെ ലൈഫ് സ്പാൻ വളരെ കൂടുതലാണെന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ബ്രീത്തിങ്ങും നമ്മുടെ ആരോഗ്യസ്ഥിതിയും മാനസിക സ്ഥിതിയായിട്ടൊക്കെ നല്ല കണക്ഷനുണ്ട്. ഇടയ്ക്കൊരു നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 കൗണ്ട് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്ത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനൊരു 1-2 തവണയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകളൊക്കെ ഒന്ന് കുറഞ്ഞു വന്ന് നിങ്ങൾക്ക് ഫോക്കസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്കൊന്ന് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു സിമ്പിളായിട്ടുള്ളൊരു പ്രാക്ടീസ്. അതായത് നിങ്ങൾ നട്ടെല്ലാം നിവർന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നിട്ട് വളരെ ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. അങ്ങനെ മൂക്കിലൂടെ നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ വയറ് പുറത്തോട്ട് വരുന്നതായിട്ട്, ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതാണ് ശരിയായിട്ടുള്ള ബ്രീത്തിങ്. അതിന് ബെല്ലി ബ്രീത്തിങ് എന്നും പറയാം. അങ്ങനെ നമ്മൾ ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ ലങ്സിൻ്റെ അടിയിലേക്കും ലങ്സിലൊക്കെ പരമാവധി ഓക്സിജൻ നിറയുകയും പിന്നെ നമ്മൾ ബ്രീത്ത് വളരെ സ്ലോ ആയിട്ട് തന്നെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് വയറ് അല്പം ഉള്ളിലോട്ട് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ബോധപൂർവ്വം നമ്മളൊന്ന് ബ്രീത്തിങ് എടുത്ത് നിങ്ങളെ മനസ്സിനൊന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും മനസ്സ് വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. മറ്റുള്ള ചിന്തകളൊന്നും അവിടെ വരുന്നില്ല. വളരെ എംപ്റ്റി ആയിട്ടിരിക്കും. വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ ബ്രീത്ത് എടുത്ത് വിടാൻ സാധിക്കില്ല. പക്ഷേ ദിവസത്തിൽ ഒരു 1-2 തവണയൊക്കെ, ഇതൊരു 5 മിനിറ്റൊക്കെ എടുക്കുന്ന പ്രോസസ്സാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയുടെ മേൽ, നമ്മുടെ അറ്റൻഷൻ ഫോക്കസിൻ്റെ മേൽ വലിയൊരു നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഏതാനും കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെ നമ്മുടെ ശ്രദ്ധ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളത്. ഈ ഒരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് നിങ്ങൾ നിരന്തരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വലിയ മാറ്റം അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ 1 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കേൾക്കാനും അതിൽ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. 1 മണിക്കൂറൊക്കെ ഇരുന്ന് വായിക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി, അത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആയിക്കോട്ടെ, ഒരു പാട്ടുകാരനാവാം, എഴുത്തുകാരൻ, അങ്ങനെ എന്തോ നിങ്ങളുടെ ഡ്രീം എന്താ ആയിക്കോട്ടെ, അതിനു വേണ്ടി ചെയ്യാൻ മണിക്കൂറുകളിരുന്ന് ഡീപ്പ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും സാധിക്കും. അല്ലാത്തിടത്തോളം നമ്മുടെ മൈൻഡ്, നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്കും സ്പ്ലിറ്റായി അങ്ങനെ കാര്യമായിട്ടുള്ള അച്ചീവ്മെൻ്റ് ഒന്നും ഇല്ലാതെ, എന്നാൽ സിമ്പിളായിട്ടുള്ള സില്ലി ആയിട്ടുള്ള കുറേ എൻജോയ്മെൻറ്റ് മൊമെൻ്ററി നമുക്ക് അനുഭവിച്ചു എന്നല്ലാതെ വലിയ വിജയങ്ങളോ വലിയ തരത്തിലുള്ള വളർച്ചയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ഫോക്കസാണ് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഫോക്കസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എത്രമാത്രം നിയന്ത്രണമുണ്ടോ അത്രമാത്രം ജീവിതത്തിൽ പല നേട്ടങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങളൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് കാണുക. കണ്ടതിന് ശേഷം ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോ കാണുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക്, അബോധ മനസ്സിലേക്ക് അറിയാതെ ചേക്കേറുകയും അങ്ങനെ നിങ്ങൾ അറിയാതെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ മെഡിറ്റേഷൻ, അതുപോലെ ബ്രെയിൻ ഡംപ്, ബ്രീത്തിങ് പ്രാക്ടീസ്, മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെ നിങ്ങൾ അറിയാതെ ചെയ്യുകയും ചെയ്യും. ഒരു തവണ കണ്ട് നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോകും. പിന്നെ അടുത്ത വീഡിയോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ശ്രദ്ധ, അറ്റൻഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ചേ മറന്നുപോകും. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ എവിടുന്നെങ്കിലൊക്കെ കേൾക്കുമ്പോഴാണ് ശ്രദ്ധ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ബോധം വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. ഇത് പല ആവർത്തി കാണുക. ഇത് വലിയ പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടി. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക, നോട്ട് എഴുതി വയ്ക്കുക. ഒരാഴ്ച നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. 1 വീക്ക്, ഒരാഴ്ച നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റം നിങ്ങളുടെ ശ്രദ്ധയിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ stay focused and achieve your goals. Thank you.